രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 7ാമത്തെ ദശകമാണ്, 7ാമത്തെ ശ്ലോകമാണ്. നമ്മളിന്ന് എപ്പിസോഡ് 71ാമത്തതാണ്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. നമുക്ക് എല്ലാ മൺഡേയിലുമാണ് നാരായണീയത്തിൻ്റെ ക്ലാസ്. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ ക്ലാദിനി ശക്തിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നമ്മൾ വെബ് സീരിയലായി അവതരിപ്പിക്കുകയാണ്. കാണുക. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, കാണുക. ചിലർക്ക് കൊല്ലത്ത് എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വരാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ടാണെന്നാണ് എൻ്റെ ഒരിത്. ദൂരെ നിന്ന് വരുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എല്ലാം താമസിക്കാൻ പ്രത്യേകം സൗകര്യം ഉണ്ടായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അഷ്ടാവക്ര ഗീത കണ്ടിരിക്കണേ. പിന്നെ പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവ നിങ്ങൾ കേട്ടിരിക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങളത് കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ 96453339 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് മറുപടി കിട്ടുന്നതായിരിക്കും. എന്ന് മാത്രവുമല്ല, അത് തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ അതിനകത്ത് ഭക്തമീരയെക്കുറിച്ചുണ്ട്. ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് രാധിക കവചം 2 ഉണ്ട്. ഇത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണശ്രീ കൃഷ്ണപ്രിയ അത് പാടി ഇട്ടിട്ടുമുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്.
എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് പതിവ് പോലെ നിങ്ങൾക്കൊക്കെ ഇപ്പൊ സുപരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കൃഷ്ണശ്രീയാണ്. കൃഷ്ണശ്രീ. എനിക്ക് പനിയും പിടിച്ചു ജലദോഷവും പിടിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഈ സൗണ്ടിനൊരു വ്യത്യാസം വന്നത്. ഞാൻ തമിഴ്നാട്ടിലൊന്ന് പോയിരുന്നു. അപ്പം വെള്ളത്തിലൊക്കെ ഒന്ന് മുങ്ങി കുളിച്ച്, അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് പനി പിടിച്ചു. അപ്പോൾ കൃഷ്ണശ്രീയാണ് ഇത് പാടിത്തരുന്നത്. കൃഷ്ണശ്രീയെ ഇനി ഞാൻ എന്തിനാണ് ഇൻട്രൊഡക്ഷൻ തരുന്നത്? കൃഷ്ണശ്രീയെ കുറിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇന്നത്തെ ദിവസം കൃഷ്ണശ്രീയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഞാനല്ല. ഇന്ന് കൃഷ്ണശ്രീയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് പിന്നെ ആരാണ്? അത് കേട്ടുകൊള്ളൂ. കൃഷ്ണശ്രീയെ കുറിച്ച് ആരാ പറയാൻ പോകുന്നതെന്ന് കേട്ടോളൂ. ഹലോ, ദിലീപ് സാർ അല്ലേ? ഞാൻ ശില്പയാണ്. ഞാൻ ഒരു കാര്യം പറയാനാണ് ഓഡിയോ അയച്ചത്. എന്താണെന്ന് വെച്ചാൽ കൃഷ്ണശ്രീ ചേച്ചീൻ്റെ മ്യൂസിക് ക്ലാസ്സിൽ ഞാൻ ചേർന്നു കേട്ടോ. അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ടീച്ചർ. സാറ് യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ടീച്ചർ നല്ലോണം പഠിപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചത് സാറിന് കുറച്ച് സ്നേഹം ഉള്ളത് കൊണ്ട് സാറ് കുറച്ച് കൂട്ടി പറയുകയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ ടീച്ചറെ ക്ലാസ്സിൽ ചേർന്നപ്പോഴാണ് മനസ്സിലായത് ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല ഇത്രയും സിൻസിയറായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. കാരണം അത്രയും നല്ല, നമുക്കിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം. അത് ഏത് സമയത്തായാലും ടീച്ചർ ഇപ്പം എപ്പോഴായാലും നമുക്കത് പറഞ്ഞു തരും. ഇനി ടീച്ചർ തിരക്കിലാണെങ്കിൽ തന്നെ ടീച്ചർ ഇങ്ങോട്ട് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരും. അത് മാത്രമല്ല ഇതിന് മുന്നേ ഞാൻ മ്യൂസിക് ക്ലാസ് വേറെ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ക്യാഷ് വാങ്ങും, പക്ഷെ അവർ മര്യാദയ്ക്ക് പഠിപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ വിളിച്ചാൽ എടുക്കൂല്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ കൃഷ്ണശ്രീ ചേച്ചിയുടെ മ്യൂസിക് ക്ലാസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പങ്ക്ച്വലായിട്ടാണ് ടീച്ചർ വിളിക്കുക. മാത്രമല്ല പഠിപ്പിക്കലൊക്കെ ഓരോ രാഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. മാത്രമല്ല കൃഷ്ണശ്രീ ചേച്ചിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമുക്ക് ഓരോ വേർഡ് ബൈ വേർഡ് മനസ്സിലാവുന്ന ആ ഒരു രീതിയിലാണ് ആ വോയിസ്, ആ ഒരു ടെക്സ്ചർ തന്നെ. അപ്പം വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയ്ക്ക് സിൻസിയർ ആയിട്ടുള്ളൊരു ടീച്ചർ വേറെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമായി. കാരണം അത്രയും നന്നായിട്ട് പഠിപ്പിക്കുന്നു. അപ്പം സാറ് ഇങ്ങനെ കൃഷ്ണശ്രീ ചേച്ചിനെ കുറിച്ച് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. നല്ലൊരു ടീച്ചറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ടീച്ചറുടെ എന്താ പറയുക, സാറ് യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുള്ള ആ ക്വാളിറ്റീസൊക്കെ വളരെ കറക്റ്റാണ്. ഈ എത്രയോ എന്താ പറയുക TV ഷോയിലും അതിലും ഇതിലൊക്കെ ടീച്ചറുടെ സ്റ്റുഡൻസാണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് വളരെ അഭിമാനമുണ്ട് കൃഷ്ണശ്രീ ചേച്ചിയുടെ ഈ ഒരു മ്യൂസിക് ക്ലാസ്സിൽ ചേർന്നതിൽ. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ചിപ്പോൾ ഒരു സ്റ്റാറായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കുറച്ച് രാഗങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം അവർക്കൊരു ഭയങ്കര താല്പര്യത്തോടെ കേൾക്കുന്നത്. കുറേ പേര് ടീച്ചറെ ക്ലാസ്സിന് ചേരണം എന്ന് പറയുന്നുണ്ട്. അപ്പം വളരെ സന്തോഷം. കൃഷ്ണശ്രീയെ കുറിച്ച് ഞാൻ ഇതിങ്ങനെ പറയാൻ തുടങ്ങിയതിൽ പിന്നെ എന്നാ പറയേണ്ടത്, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വരെ സാർ കൃഷ്ണശ്രീ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പീനിയൻ എനിക്ക് അങ്ങോട്ട് അയക്കുകയാണ്. പിന്നെ എനിക്ക് പരിചയമുള്ള ഏറ്റവും നമുക്ക് അറിയാവുന്നവരൊക്കെ ആകുമ്പോൾ അവർ പറയുമ്പോൾ എനിക്ക് വിശ്വാസ്യതയുണ്ട്. അപ്പം അവരുടെയാണ് ഞാൻ ആദ്യം അങ്ങോട്ട് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾ കേട്ടല്ലോ. എന്തായാലും കൃഷ്ണശ്രീ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആ സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രൊഫഷനെ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെളിയുന്നുണ്ടല്ലോ. പക്ഷെ അത് എന്നാ പറയേണ്ടത്, കൃഷ്ണശ്രീ അത് കറക്റ്റ് ആയിരിക്കും. കാരണം കൃഷ്ണശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് എന്ന് മാത്രവുമല്ല, കൃഷ്ണശ്രീ ഈ ചെയ്തു തരുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം കൊണ്ടാണ് കൃഷ്ണശ്രീ ഇത് ചെയ്തു തരുന്നത്. ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് എന്ത് ചെയ്യുമ്പോഴും അതിന് ഫലപ്രാപ്തി ഉണ്ടാകും കൃഷ്ണശ്രീ. ആ ഫലപ്രാപ്തിയാണ് ഇപ്പോൾ കൃഷ്ണശ്രീക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൃഷ്ണശ്രീ ഗുരുവായൂർ സംഗീതാർച്ചനയും നടത്താൻ പോവുകയാണ്. പിന്നെ കൃഷ്ണശ്രീയുടെ നേട്ടങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? കാണാപ്പാടമാണ്. എന്നെക്കാളും മുമ്പ് നിങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയായിരിക്കും? നമ്പർ 1 ആൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റ്. നമ്പർ 2 പറഞ്ഞു
എൻ്റെ കൂടെ പറഞ്ഞു. ഇപ്പം എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരൊക്കെ പറയും ഞങ്ങൾക്ക് സാറ് പറയുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ജനം TV പാടു നീടു വിന്നർ. നമ്പർ 3 ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റ്. നമ്പർ 4 ഫ്ലവേഴ്സ് TV മ്യൂസിക്കൽ വൈഫ് റണ്ണർ അപ്പ്. നമ്പർ 5 പ്ലേബാക്ക് സിംഗർ. നമ്പർ 6 റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ്. നമ്പർ 7 സ്റ്റേജ് പെർഫോമർ. നമ്പർ 8 ടീച്ചർ ആൻഡ് വോക്കൽ ട്രെയിനർ. നമ്പർ 9 അതിനെയൊക്കെക്കാളുപരിയായിട്ട് ആ നമ്പർ 9-നാണ് പ്രാധാന്യം. വളരെ നിഷ്കളങ്കയും വളരെ സിൻസിയറുമായ ടീച്ചർ. അങ്ങേയറ്റം നിഷ്കളങ്കയും. കൃഷ്ണശ്രീ ഭയങ്കര നിഷ്കളങ്കയാണ് കേട്ടോ, വളരെ നിഷ്കളങ്കയും അതിനേക്കാളുപരി അങ്ങേയറ്റം ആത്മാർത്ഥതയുമുള്ള ടീച്ചർ. നമ്പർ 10 ഗുരുവായൂരപ്പൻ്റെ കഠിന ഭക്ത. അതാണ് നമ്പർ 10 എന്ന് പറയുന്നത്. നമ്പർ 11 സംഗീതത്തെ അത്രമേൽ സ്നേഹിക്കുകയും അതിനകത്ത് ഇപ്പോഴും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നു. 11 ഒട്ടും സമയമില്ല, ഭയങ്കര തിരക്കാണ്. എന്നിട്ടും രാധേ രാധേ ചാനലിന് വേണ്ടി അല്പസമയം കൃഷ്ണശ്രീ കണ്ടെത്തുന്നു. അതിന് കൃഷ്ണശ്രീക്ക് എന്നാ പറയേണ്ടത്, രാധേ രാധേ ചാനലിലെ ഓരോ പ്രേക്ഷകരോടൊപ്പം ഞാനും നന്ദി പറയുകയാണ്. ഇത് കാണുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചു പറയും, സാറേ ഞങ്ങളെയും കൂടെ നന്ദി പറഞ്ഞേക്കണേ എന്ന്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാരായണീയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും കാണണം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടീല സത്കിരീടകടകാദ്യാകൽപദീപാകൃതി ശ്രീവത്സാങ്കിത മാതകൗസ്തുഭ മണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിസ്തത്തേ വിഭോ ഭാതുമേ. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് അതിമനോഹരമായി പാടി തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി കേട്ടോളൂ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാഭ്യാസിതം ഭാസ്വത് കോടില സത്കിരീട കടകാദ്യ കൽപ്പതീ പ്രാകൃതി ശ്രീവത്സാങ്കിത മാത്ത കൗസ്തുഭ മണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിസ്തത്തേ വിഭോ ഭാതു മേ. അതൊന്നൊക്കെ അർത്ഥം എഴുതിക്കോ. തത്രൈവം ഇപ്രകാരം, പ്രതിദർശിതേ അർത്ഥം കാണിച്ചു കൊടുത്തു, പ്രതിദർശിതേ കാണിച്ചു കൊടുത്തു. നിജപദേ അങ്ങയുടെ വാസസ്ഥലം, അതേതാണ്? വൈകുണ്ഠം, അങ്ങയുടെ വാസസ്ഥലം. രത്നാസന അർത്ഥം രത്നങ്ങൾ പതിപ്പിച്ച സിംഹാസനം, രത്നങ്ങൾ പതിപ്പിച്ച സിംഹാസനം. അധ്യാസിതം അർത്ഥം ഇരിക്കുന്നതായി, ഇരിക്കുന്നതായി. ഭാസ്വത് കോടി അർത്ഥം കോടിക്കണക്കിന് സൂര്യന്മാർ, കോടിക്കണക്കിന് സൂര്യന്മാർ. ലസത്ത് അർത്ഥം പ്രകാശിക്കുന്ന. കിരീട കടകാദ്യാകൽപ കിരീടം കടകം തുടങ്ങിയ ആഭരണങ്ങളാൽ, കിരീടം കടകം തുടങ്ങിയ ആഭരണങ്ങളാൽ. ദീപ്രാകൃതി അർത്ഥം പ്രകാശിക്കുന്ന ആകൃതിയോടു കൂടിയതും, പ്രകാശിക്കുന്ന ആകൃതിയോടു കൂടിയതും. ശ്രീവത്സാങ്കിതം ശ്രീവത്സം എന്ന മറുകുകൊണ്ട്, ശ്രീവത്സം എന്ന മറുകുകൊണ്ട്. ആത്വ അർത്ഥം സ്വീകരിക്കപ്പെട്ട, ആത്ത അർത്ഥം സ്വീകരിക്കപ്പെട്ട. കൗസ്തുഭ മണിഛായ അർത്ഥം കൗസ്തുഭം എന്ന രത്നത്തിൻ്റെ പ്രതിബിംബത്താൽ, കൗസ്തുഭം എന്ന രത്നത്തിൻ്റെ പ്രതിബിംബത്താൽ. അരുണം അരുണം ചുവന്ന നിറമുള്ളതും, അരുണം ചുവന്ന നിറമുള്ളതും. വിശ്വേഷാം അർത്ഥം ഈ ലോകങ്ങൾക്ക്, വിശ്വേഷാം അർത്ഥം ഈ ലോകങ്ങൾക്ക്.
തവ രൂപം അർത്ഥം ഭഗവാന്റെ രൂപം. ഐക്ഷത അർത്ഥം കണ്ടു, ഐക്ഷത കണ്ടു. വിധി വിധി ബ്രഹ്മാവ്, ബ്രഹ്മാവ്. തത്തേ വിഭോ ഭാതുമേ അല്ലയോ ഭഗവാനെ ആ രൂപം എനിക്ക് പ്രകാശിക്കുമാറാകണേ. അതാണ് തത്തേ വിഭോ ഭാതുമേ അർത്ഥം അല്ലയോ ഭഗവാനെ ആ രൂപം എനിക്ക് പ്രകാശിക്കുമാറാകണേ. അപ്പൊ എന്താ ഇതിന്റെ മൊത്തത്തിൽ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, ഇപ്രകാരം അങ്ങ് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത വൈകുണ്ഠ ലോകത്തില് അങ്ങയുടെ സ്ഥാനത്ത് രത്നസിംഹാസനത്തിൽ അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. അങ്ങയുടെ രത്നസിംഹാസനത്തിൽ അങ്ങ് ഇരിക്കുന്നു. അനേകം കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്ന കിരീടമുണ്ട്. പിന്നെ കടകം തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് അങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. ശ്രീവത്സം എന്ന മറുക് ധരിച്ചിരിക്കുന്നു. കൗസ്തുഭ രത്നത്തിന്റെ പ്രഭ കൊണ്ട് ചുവന്നു തുടുത്ത ഛായയോടു കൂടിയാണ് അങ്ങ് കാണപ്പെടുന്നത്. അങ്ങനെ ഈ വിശ്വത്തിന് മുഴുവൻ കാരണമായിട്ടുള്ള അവിടുത്തെ രൂപം എനിക്കും തെളിഞ്ഞ് കാണണമേ. അതായത് ഭട്ടതിരിപ്പാട് പറയുകയാണ്, ബ്രഹ്മാവ് അങ്ങയുടെ രൂപം കണ്ടു. വൈകുണ്ഠ ലോകത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് ബ്രഹ്മാവ് കണ്ടത്. അപ്പൊ ഭഗവാൻ ധരിച്ചിരിക്കുന്ന കിരീടമുണ്ടല്ലോ, കോടി സൂര്യന്മാര് ഒന്നിച്ചു ഉദിച്ചുയർന്നാൽ എന്തും മാത്രം പ്രകാശം കാണും. അത്രയും പ്രകാശം ആ കിരീടത്തിന് ഉണ്ട്. കിരീടം കൂടാതെ കടകം തുടങ്ങിയ ആഭരണങ്ങള്, കടകം എന്ന് പറഞ്ഞാൽ കൈവള, നമ്മുടെ ബ്രേസ്ലെറ്റ് പോലത്തെ ആ കടകം തുടങ്ങിയ ആഭരണങ്ങളും അങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. പിന്നെ ഭഗവാന്റെ മാറത്ത് ശ്രീവത്സം എന്ന മറുകങ്ങനെ ശോഭിക്കുകയാണ്. പിന്നെ കൗസ്തുഭ രത്നം, ആ കൗസ്തുഭ രത്നത്തിന്റെ പ്രഭ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഭഗവാൻ അങ്ങനെ ചുവന്നു തുടുത്തിരിക്കുന്നത് പോലെ തോന്നും. കാരണം കൗസ്തുഭ രത്നത്തിൽ നിന്ന് വരുന്ന ചുവന്ന പ്രകാശത്തിലും രത്നങ്ങൾ സിംഹാസനത്തിലുമായിരിക്കുന്നു. അപ്പൊ ആ രത്നങ്ങളുടെയും ചുമപ്പ്, കൗസ്തുഭ രത്നത്തിന്റെയും ചുമപ്പ്, ശരിക്കും ശ്യാമവർണ്ണനായ ഭഗവാൻ ഈ രത്നങ്ങളുടെ പ്രഭയില് അങ്ങനെ ചുമന്നു തുടുത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ കാരണവുമായിട്ടുള്ള അങ്ങയുടെ രൂപം, ഈ ലോകം മുഴുവനും അങ്ങയുടെ രൂപത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ കാരണഭൂതൻ അങ്ങാണ്. അങ്ങയുടെ രൂപം എനിക്കും കാണുമാറാകണേ, അതിനെന്നെയും അനുഗ്രഹിക്കണേ. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് കിടക്കാം, ഇല്ലേ? തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം. തത്രൈവം ഇപ്രകാരം, പ്രതിദർശതി കാട്ടിക്കൊടുത്തു, നിജപദേ അങ്ങ് വസിക്കുന്ന സ്ഥലം, അതായത് വൈകുണ്ഠം, രത്നാസന രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിൽ, അധ്യാസിതം ഇരിക്കുന്നതായിട്ട്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ തപസ് ചെയ്ത ബ്രഹ്മാവിന് താൻ താമസിക്കുന്ന വൈകുണ്ഠം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് അത് കാണുകയാണ്. എന്താ കാണുന്നത്? ബ്രഹ്മാവ് നോക്കിയപ്പോൾ ചുവന്ന രത്ന കല്ലുകൾ പതിച്ച സിംഹാസനം. ആ സിംഹാസനത്തില് ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നു. ചുവന്ന രത്ന കല്ലുകളുടെ പ്രഭയില് പ്രകാശപൂരിതമായി നിൽക്കുകയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ വൈകുണ്ഠം മുഴുവനും ഭഗവാന്റെ, നമുക്കൊന്നും എന്താ പറയേണ്ടത്, ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ ശോഭയുള്ള രത്നങ്ങള്. ആ അതായത് ഭഗവാൻ ഇരിക്കുന്ന സിംഹാസനം മുഴുവനും രത്നങ്ങളാണ്. പിന്നെ വൈകുണ്ഠത്തെ വസതികളും രത്നങ്ങളാണ്. ആ രത്നങ്ങളിൽ നിന്ന് ഇങ്ങനെ പ്രഭകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രത്നത്തിന്റെ ശോഭയില്, ആ രത്നത്തിന്റെ പ്രഭയില് നിറഞ്ഞു നിൽക്കുന്ന വൈകുണ്ഠത്തെയും ഭഗവാനെയും ബ്രഹ്മാവ് കൺകുളിർക്ക കാണുകയാണ്. നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. എന്താണ്? ഭാസ്വത് കോടിലസത് കിരീട കടകാദ്യ കൽപദീപ്രാകൃതി.
അല്ലേ? ഭാസ്വത് കോടി, കോടിക്കണക്കിന് സൂര്യന്മാര്. ലസത് പ്രകാശിക്കുക, കിരീട കടകാദ്യ കൽപ്പ, കിരീടം കടകം തുടങ്ങിയ ആഭരണങ്ങളാൽ, ദീപ്രാകൃതി പ്രകാശിക്കുന്ന ആകൃതിയോട് കൂടിയതും. എന്താണ് രണ്ടാമത്തെ വരി? രണ്ടാമത്തെ വരിയിൽ പറയുന്നു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുണ്ഠത്തിൽ ഭഗവാൻ രത്നങ്ങൾ പതിപ്പിച്ച സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ രത്നപ്രഭയിൽ ബ്രഹ്മാവ് ഭഗവാനെ കാണുകയാണ്. ആ സമയത്ത് ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ ആഭരണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഒന്ന്, ഭഗവാന്റെ കിരീടം. ഭഗവാന്റെ കിരീടമെന്ന് പറഞ്ഞാൽ 1 കോടി സൂര്യന്മാര് ഉദിച്ചുയർന്നാൽ എന്തുമാത്രം പ്രകാശം കാണും? അതുപോലെ കോടി സൂര്യന്മാര് ഉദിച്ചുയർന്ന് ജ്വലിക്കുന്നത് പോലെ ഭഗവാന്റെ കിരീടം അങ്ങനെ വെട്ടി 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 തിളങ്ങുകയാണ്. അതേ കണക്ക് ഭഗവാൻ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വളകള്, ആ വളകൾ, അതായത് നമ്മുടെ ബ്രേസ്ലെറ്റ്, ആ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അതും കോടിക്കണക്കിന് സൂര്യന്മാരെ പോലെ ഇങ്ങനെ പ്രശോഭിക്കുകയാണ്. ഇവിടെ ഒരു സൂര്യന്റെ തന്നെ വെളിച്ചം നമുക്കറിയാം, അല്ലേ? അപ്പൊ കോടി സൂര്യന്മാരുടെ ഒന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെ രത്നപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ആകൃതി അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം രത്നത്തിന്റെ ചുവന്ന നിറത്തിലാണ് പ്രശോഭിക്കുന്നത്. അപ്പോൾ ഭഗവാൻ, വൈകുണ്ഠവും ഭഗവാനുമൊക്കെ ആകെ ഒരു ചുമപ്പ് മയമായിട്ടാണ് സാക്ഷാൽ ബ്രഹ്മാവ് കണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് നമുക്ക് കടക്കാം. ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭ മണിഛായ രുണം കാരണം. ശ്രീവത്സാങ്കിതം, ശ്രീവത്സം എന്ന മറുകുകൊണ്ട് അത്ത അർത്ഥം സ്വീകരിക്കപ്പെട്ട കൗസ്തുഭ മണിഛായ, കൗസ്തുഭം എന്ന രത്നത്തിൻ്റെ പ്രതിബിംബത്തിൽ അരുണം അർത്ഥം ചുവപ്പ് നിറമുള്ളതും. അതായത് ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠത്തില് കൃഷ്ണന്റെ മാറിടത്തില് ശ്രീവത്സം എന്ന് പറഞ്ഞ ഒരു മറുകുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ ശ്രീവത്സം എന്ന മറുകിൽ ഭഗവാൻ കൂടുതൽ സുന്ദരനായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആ മറുകിനകത്ത് ചുവന്ന രത്നക്കല്ലുകളുടെ പ്രകാശവും കൂടെ തട്ടുമ്പോൾ ഈ മറുക് ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമാണ്. ത്രിമൂർത്തികളിൽ യോഗ്യനാരെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഭൃഗുമണി ഉറങ്ങിക്കിടക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നെഞ്ചിൽ ചവിട്ടി. ഭക്തനായ മുനിയുടെ കാൽപാദത്തിൻ്റെ അടയാളം, ആ ചവിട്ടേറ്റ അടയാളം ഭഗവാൻ യാതൊരു മടിയും കൂടാതെ അലങ്കാരമായി തൻ്റെ മാറിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ ഭൃഗുമുനിയുടെ പാദം കൃഷ്ണന്റെ നെഞ്ചിലങ്ങനെ വിളങ്ങുകയാണ്. അതും ചുവന്ന രത്നക്കല്ലുകളുടെ പ്രഭയില്. അതുപോലെ തന്നെ ഭഗവാൻ അണിഞ്ഞിരുന്ന കൗസ്തുഭരത്നം, ആ കൗസ്തുഭരത്നം എന്ന് പറഞ്ഞാൽ നല്ല ചുമന്നിരിക്കുകയാണ്. ആ ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന കൗസ്തുഭരത്നത്തിൻ്റെ ചുവപ്പിൽ നിന്ന് വരുന്ന പ്രകാശമുണ്ടല്ലോ, അത് കൃഷ്ണന്റെ രൂപത്തെ അടിമുടി ചുവപ്പാക്കി മാറ്റിക്കളഞ്ഞു. സാധാരണ നീലക്കാർവർണ്ണനാണ്, പക്ഷെ വൈകുണ്ഠത്ത് നോക്കുമ്പോൾ നീലക്കാർവർണ്ണൻ ചുമന്നിരിക്കുകയാണ്, നല്ല ചുവന്ന കളറിലിരിക്കുകയാണ്. കാരണം വൈകുണ്ഠത്തിലെ രത്നസിംഹാസനത്തിൽ നിന്നും മറ്റു വസതികളിൽ നിന്നും ഉള്ള രത്നക്കല്ലുകളുണ്ട്. ആ കല്ലുകളുടെ ശോഭയിലാണ് നീലക്കാർവർണ്ണൻ ഇതാ ചുവന്ന വർണ്ണനായി ശോഭിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താ നാലാമത്തെ വരി? വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിസ്തേ വിഭോ ഭതുമേ. വിശ്വേഷാം ഈ ലോകങ്ങൾക്ക് തവ രൂപം ഭഗവാന്റെ രൂപം ഐക്ഷത കണ്ടു വിധി ബ്രഹ്മാവ് തത്തേ വിഭോ ഭതുമേ
എന്താണ്? തത്തേ വിദോ ഭവുമേ എന്ന് പറഞ്ഞാൽ ആ രൂപം എനിക്ക് പ്രകാശിക്കുമാറാകണേ. ഇവിടെ വിശ്വേഷാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശ്വേഷാം എന്ന് പറഞ്ഞത്? വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വേഷാം, വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം. അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ബ്രഹ്മാവ് തപസ് അനുഷ്ഠിച്ചത് എന്തിനു വേണ്ടിയാണ്? ബ്രഹ്മാവിന് ഈ ലോകം സൃഷ്ടിക്കണം. പക്ഷേ ഈ ലോകത്തിൻ്റെ രൂപവും അതിൻ്റെ ഘടനയും ഭാവവും ഒന്നും ബ്രഹ്മാവിന് അറിയില്ല. അപ്പൊ ബ്രഹ്മാവിന് ഈ വിശ്വം സൃഷ്ടിക്കണം, പക്ഷേ ഈ വിശ്വത്തിൻ്റെ രൂപമൊന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിശ്വകാരണനായ ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ വിശ്വകാരണനായ ഭഗവാന്റെ രൂപം കണ്ടതോടുകൂടി ഈ വിശ്വം എങ്ങനെ സൃഷ്ടിക്കണം എന്ന ബ്രഹ്മാവിൻ്റെ എല്ലാവിധ സംശയങ്ങളും തീർന്നു. അതുകൊണ്ടാണ് വിശ്വേഷാം എന്ന് ഭട്ടതിരിപ്പാട് വളരെ ബുദ്ധിപൂർവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വകാരണമായ ഭഗവാന്റെ രൂപം കണ്ടതോടുകൂടി ആർക്ക്? നമ്മുടെ ബ്രഹ്മാവിൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ഭക്തന്മാരുടെ സകലവിധ സംശയങ്ങളും മാറിക്കിട്ടും. എന്താണ് ബ്രഹ്മം, എന്താണ് വൈകുണ്ഠം, ഇതൊക്കെ സത്യമാണോ എന്ന് ഭഗവാനെ ധ്യാനിക്കുമ്പോൾ പോലും പലർക്കും സംശയമുണ്ട്. ഈ സംശയങ്ങളെല്ലാം ഭഗവാന്റെ രൂപം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാറിക്കിട്ടും. എങ്ങനെ ഭഗവാന്റെ രൂപം കാണണം? ലൗകിക ചിന്തകൾ വെടിയണം. വെടിഞ്ഞിട്ട് സകല ചിന്തകളെയും ഒതുക്കി മനസ്സെന്ന സാധനത്തെ, അതായത് ചിന്തകളുടെ കൂമ്പാരമാണ് മനസ്സ്. ആ ചിന്തകൾ ഇല്ലാതാകുമ്പോൾ മനസ്സ് ക്ഷയിക്കും. അങ്ങനെ മനസ്സ് പരിപൂർണമായും ഇല്ലാതായാൽ ആ നിമിഷം ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ വിളങ്ങി നിൽക്കും. അങ്ങനെ ബ്രഹ്മാവ് കണ്ട രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന രത്നത്തിൻ്റെ പ്രഭയിൽ മുങ്ങി കുളിച്ച് ചുവന്ന വർണ്ണനായങ്ങനെ ഇരിക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപം എനിക്കുമൊന്ന് കാട്ടിത്തരണേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ആ രത്നസിംഹാസനത്തിൽ രാധാറാണിയോടൊപ്പം രാധാസമേതനായിരിക്കുന്ന കൃഷ്ണനെ എനിക്കൊന്ന് കാട്ടിത്തരണേ. രാധാസമേതനായ കൃഷ്ണനെ എനിക്കൊന്ന് കാട്ടിത്തരണേ. രാധാസമേത കൃഷ്ണ, രാധാസമേത കൃഷ്ണ, രാധാസമേത കൃഷ്ണ, കൃഷ്ണ രാധാ സമേത കൃഷ്ണ, കൃഷ്ണ രാധാ സമേത കൃഷ്ണ, കൃഷ്ണ രാധാ സമേത കൃഷ്ണ, സമേത കൃഷ്ണ, സമേത കൃഷ്ണ, സമേത കൃഷ്ണ. നന്ദകുമാര, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, വൃന്ദാവന ഗോവിന്ദ മുരാരേ, വൃന്ദാവന ഗോവിന്ദ മുരാരേ, വൃന്ദാവന ഗോവിന്ദ മുരാരേ, നന്ദകുമാര നവനീത ചോര, വൃന്ദാവന ഗോവിന്ദ മുരാരേ, വൃന്ദാവന ഗോവിന്ദ മുരാരേ, രാധാ സമേത കൃഷ്ണ, കൃഷ്ണ
രാധാ സമേത കൃഷ്ണ കൃഷ്ണ രാധാ സമേത കൃഷ്ണ രാധേ രാധേ ഓ രാധേ 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 ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായ സ്വാഹ.